കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ വടക്കാഞ്ചേരിയിൽ നടന്നു. ചേലക്കര, വടക്കാഞ്ചേരി, കുന്നംകുളം, ഗുരുവായൂർ കമ്മിറ്റികളുടെ സംയുക്ത കൺവെൻഷനാണ് വടക്കാഞ്ചേരിയിൽ നടന്നത്. വടക്കാഞ്ചേരി കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. സിഒഎ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ് പതാകയുയർത്തിയതോടെയാണ് കൺവെൻഷന് തുടക്കം കുറിച്ചത്. പതാക ഉയർത്തലിന് ശേഷം ആരംഭിച്ച കൺവെൻഷൻ സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് കമ്പനികളോട് മുഖാമുഖം നിന്ന് പോരാടിയാണ് സാധാരണക്കാർ ഉൾപ്പെടെയുള്ള ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ സേവനങ്ങൾ നൽകി സിഒഎ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളം നിക്ഷേപ സമാഹരണം നടത്തുന്ന കാലഘട്ടത്തിൽ യാതൊരു ഉപാധികളുമില്ലാതെ കോടികളുടെ നിക്ഷേപമാണ് സിഒഎ സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ളത്. 10,000ങ്ങൾക്ക് തൊഴിൽ നൽകാനും സിഒഎക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ സംസ്ഥാന കമ്മിറ്റിക്കും അതിന്റെ ഭാരവാഹികൾക്കും സംരംഭക കൂട്ടായ്മയുടെ ഭാരവാഹികൾക്കുമൊക്കെയായി ഒരു ട്രെയിനിങ് ക്യാമ്പ് സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു. കാരണം അത്തരത്തിലൊരു ട്രെയിനിങ് ക്യാമ്പ് നമ്മുടെ നേതൃത്വ സംസ്ഥാന തലത്തിൽ തന്നെ നമ്മൾ സംഘടിപ്പിച്ചത് ഏതാണ്ട് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് പുതിയ കമ്മിറ്റിയിൽ വരുന്ന ആളുകൾക്ക് പരസ്പരം മനസ്സിലാക്കുന്നതിനും അതോടൊപ്പം തന്നെ അവരുടെ ഇടയെടുപ്പം വർദ്ധിപ്പിക്കുന്നതിനും അവർക്കിടയിലുള്ള ആശയ സംവേദനം കാര്യക്ഷമമാക്കുന്നതിനും അതുവഴി കൂടുതൽ മികവാർന്ന ഒരു ടീമിനെ കെട്ടുറപ്പോടുകൂടി വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടൊക്കെ കൂടിയാണ് നമ്മൾ വിഷൻ 360 എന്ന പേരിലുള്ള ഒരു ട്രെയിനിങ് ക്യാമ്പ് 2 ദിവസത്തെ ആദ്യം നടത്തുന്നത്. സിഒഎ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം PM നാസർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി P. ആന്റണി ജില്ലാ വാർഷിക അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ CG ജോസ് സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് ലിയോ ജില്ലാ ബിസിനസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. KCCL MD PP സുരേഷ് കുമാർ, കേരള വിഷൻ ന്യൂസ് ചാനൽ ഡയറക്ടർ സുധീഷ് പട്ടണം, കേരള വിഷൻ MD ജയപ്രകാശ്, സംസ്ഥാന കമ്മിറ്റി അംഗം ബൈജു CA എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് കൺവീനർ ജേക്കബ് ജെറോം ചടങ്ങിൽ നന്ദി പറഞ്ഞു. കേരള വിഷൻ ന്യൂസ് തൃശൂർ.